ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വോട്ട് ചോദിച്ച് ബി.ജെ.പി. കേന്ദ്ര പദ്ധതികൾ വാർഡിലെത്തിക്കാൻ ബി.ജെ.പിക്ക് വോട്ട് ചോദിക്കുകയാണ് 26-ാം വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുമേഷ് ചീരത്തൊടി. അപ്പോൾ ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത് ഒറ്റപ്പാലം നഗരസഭ ബി.ജെ.പി. ഭരിക്കും. ഇപ്രാവശ്യം ഭരിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ഫണ്ടുകൾ കൊണ്ടുവന്ന് ഒറ്റപ്പാലത്തെ ഒരു വികസനത്തിൻ്റെ പൂങ്കാവനമാക്കി മാറ്റുമെന്നാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ 26-ാം വാർഡിലും നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും കാലതാമസം നേരിടുകയാണ്. ഇവിടെ ഭരിച്ചിരുന്ന ആളുകൾ അവരുടെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാർക്ക് ഗുണപ്രദമാകുന്ന പദ്ധതികൾ ഈ വാർഡിലെ 26 പോസ്റ്റൽ ക്വാർട്ടേഴ്സ് വാർഡിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. വാർഡിൽ വികസനം എത്തിയിട്ടില്ല എന്നും കേന്ദ്ര വിദ്യാലയം റോഡ്, ജൂബിലി റോഡ് എന്നീ റോഡുകളും തെരുവിളക്ക് കത്താതിരിക്കുന്നതും ഇതിന് ഉദാഹരണമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ഈ 26-ാം വാർഡ് ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കൗൺസിലർമാരും CPM-ന്റെ ആളുകളടക്കം ഇവിടെ വികസനത്തിൻ്റെ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളത് തെളിവാണ്. നമുക്കറിയാം, നമ്മുടെ വാർഡിൽ ജൂബിലി റോഡ് നോക്കിക്കഴിഞ്ഞാൽ കാൽനട പോലും ദുഷ്കരമാകുന്ന രീതിയിലാണ് ആ ജൂബിലി റോഡ് കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ വാർഡിൻ്റെ അതിർത്തിയായിട്ടുള്ള കേന്ദ്രീയ വിദ്യാലയം റോഡ് MLA ഫണ്ട് വന്നു എന്ന് പറയുന്നു. ഇപ്പോഴും അവിടെ പൊടിയും അതേപോലെ ടാറിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്ട്രീറ്റ് ലൈറ്റുകൾ നേരാവണ്ണം കത്തുന്നില്ല. അങ്ങനെ ഒറ്റപ്പാലം നഗരസഭയിൽ യാതൊന്നും നടക്കുന്നില്ല. അവിടെ യാതൊരുവിധ ഫണ്ടുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ കഷ്ടത അനുഭവിക്കുന്നത്. ഇക്കുറി ശക്തമായ മത്സരം നടക്കുന്ന വാർഡായിരിക്കും പോസ്റ്റൽ ക്വാർട്ടേഴ്സ് വാർഡ്. CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി സായി കിരൺ LDF-ന് വേണ്ടി മത്സരിക്കുമ്പോൾ UDF-ന് വേണ്ടി മത്സരിക്കുന്നത് മുൻ കൗൺസിലറായ ശൈലജയാണ്.